ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. കണക്റ്റഡ് സെന്റൻസ് ആണെന്ന് തന്നെ പറയാട്ടോ. അതായത് നമ്മൾ കിച്ചണിലായാലും നമ്മൾ വീട്ടിലായാലും ഒക്കെ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എപ്പോഴും പറയുന്നത് പോലെ ഇടയിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോ വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും ഒക്കെ കറി ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പൊ ഈ കറി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് സെന്റൻസുകൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. കറി ഉണ്ടാക്കുകയാണ്, കറി ഉണ്ടാക്കി കഴിഞ്ഞു, ഇന്നലെ ഞാൻ കറി ഉണ്ടാക്കിയില്ല, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെന്റൻസ്, ഞാൻ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാറുണ്ട്. ഞാൻ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മുടെ ഒരു ശീലമാണ് പറയുന്നത്. അതെങ്ങനെയാ പറയാ? ഞാൻ എന്നും എപ്പോഴും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓൾവേസ് യൂസ് ചെയ്യാം. ഐ ഓൾവേസ് മേക്ക് കറി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. സിമ്പിൾ ആണല്ലോ. ഐ ഓൾവേസ് മേക്ക് കറി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അവിടെ സബ്ജക്റ്റ് മാറി പറയുകയാണെങ്കിൽ, അവൾ ലഞ്ചിന് ചിലപ്പോൾ കറി ഉണ്ടാക്കാറുണ്ട്. ഇതും നമ്മൾ പറയാറുണ്ട് അല്ലെ. അവൾ ലഞ്ചിന് ചിലപ്പോൾ കറി ഉണ്ടാക്കാറുണ്ട്. ഇത് അവളുടെ ഒരു ശീലമാണ്. സോ എങ്ങനെ പറയും? ലഞ്ചിന് ചിലപ്പോൾ എന്നാണ്. അപ്പം സംടൈംസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ സംടൈംസ് മേക്സ് കറി ഫോർ ലഞ്ച്. എന്താണ്? ഷീ സംടൈംസ് മേക്സ് കറി എന്നാണ് വന്നിട്ടുള്ളത്. അവിടെ മേക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് മസ്റ്റായിട്ടും അറിയാനായിട്ട് പറ്റും അല്ലെ. അപ്പോ ഷീ ഇവിടെ സബ്ജക്റ്റ് മാറിയത് കൊണ്ടാണ് ചെറുതായിട്ട് പറഞ്ഞുതരാം. ഷീ സംടൈംസ് മേക്സ് കറി ഫോർ ലഞ്ച്. ഓക്കെ, ഞാൻ കറി ഉണ്ടാക്കുകയാണ്. ഇത് സിമ്പിൾ ആണ്. ഐ ആം മേക്കിംഗ് കറി അല്ലെ. ഐ ആം മേക്കിംഗ് കറി, ഞാൻ കറി ഉണ്ടാക്കുകയാണ്. അവർ കറി ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെ. ഫിനിഷായി, അവർ കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവർ എന്നാണ്. അപ്പൊ ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഫസ്റ്റ് ഇങ്ങനെ പറയാം, അവരാണ് ദേ ഹാവ് ഫിനിഷ്ഡ് മേക്കിംഗ് കറി എന്ന് പറയാം. ദേ ഹാവ് ഫിനിഷ്ഡ് മേക്കിംഗ് കറി. ഞങ്ങൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. സബ്ജക്റ്റ് മാറി സെന്റൻസും മാറി. ഞങ്ങൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വി അല്ലെ, വി ആണല്ലോ. വി വരുമ്പം ഹാവ് വരും. വി ഹാവ് മെയ്ഡ് കറി. വി ഹാവ് മെയ്ഡ് കറി. ഞങ്ങൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ രാവിലെ കറി ഉണ്ടാക്കി അല്ലെ. രാവിലെ കഴിഞ്ഞ കാര്യം നമ്മൾ ഇപ്പോഴാണ് പറയുന്നത്. ഞാൻ രാവിലെ കറി ഉണ്ടാക്കി. എങ്ങനെ പറയാ? ഞാനാണല്ലോ. ഐ മേഡ് കറി ഇൻ ദ മോർണിംഗ്. ഐ മേഡ് കറി ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ കറി ഉണ്ടാക്കി. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങൾ ഇന്നലെ കറി ഉണ്ടാക്കിയില്ലേ? ചോദിക്കാറില്ലേ? നമ്മളൊക്കെ ചോദിക്കാറില്ല അങ്ങനെ. നിങ്ങൾ ഇന്നലെ കറി ഉണ്ടാക്കിയില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങൾ എന്നാണ് സബ്ജക്റ്റ്. അപ്പം ഡിഡിൻ യു മേക്ക് കറി യെസ്റ്റർഡേ? ഡിഡിൻ യു മേക്ക് കറി യെസ്റ്റർഡേ? ഓക്കെ, ഡിഡിൻ യു മേക്ക് കറി യെസ്റ്റർഡേ? യെസ്റ്റർഡേ എന്ന് വന്നത് കൊണ്ടാണ് ഡിഡിൻ നമ്മൾ യൂസ് ചെയ്തത്. ഇനി വേറൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാട്ടോ. അപ്പം നാളത്തെ കാര്യമോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ ആണെങ്കിൽ സെന്റൻസ് മാറിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയി പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അവർ കറി ഉണ്ടാക്കുകയായിരുന്നു. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അവർ കറി ഉണ്ടാക്കുകയായിരുന്നു. കഴിഞ്ഞ കാര്യമാണല്ലോ. എങ്ങനെ പറയാ? They were making curry when we went out. When we went out. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അവർ കറി ഉണ്ടാക്കുകയായിരുന്നു എന്ന്. ഞാൻ ലഞ്ചിന് കറി ഉണ്ടാക്കിയില്ല. ഞാൻ ലഞ്ചിന് കറി ഉണ്ടാക്കിയില്ല. ഞാനാണ് കേട്ടോ. ഐ ഡിഡിൻ മേക്ക് കറി ഫോർ ലഞ്ച്. ഐ ഡിഡിൻ മേക്ക് കറി ഫോർ ലഞ്ച്. ഓക്കെ, ഇനി എനിക്ക് കുറച്ച് കറി വേണം എന്നിങ്ങനെ പറയാ? എനിക്ക് കുറച്ച് കറി വേണം അല്ലെ. കുറച്ച് കറി മതി കേട്ടോ, അങ്ങനെ പറയണം. ഐ വാണ്ട് സം കറി എന്ന് പറയാം. എനിക്ക് വേണം എന്ന് പറയും. പക്ഷെ ഇവിടെ വാണ്ടിനേക്കാളും നമുക്ക് ഏറ്റവും നല്ലത് നീഡാണ്. കാരണം കുറച്ച് കറി അത്യാവശ്യമായിട്ട് നമുക്ക് വേണം എന്നാണല്ലോ. അപ്പൊ ഒരു കാര്യം വേണം എന്ന് പറയുമ്പോൾ ഐ നീഡ് സം കറി എന്ന് പറയാം. ഓക്കെ, എനിക്ക് കുറച്ച് പണം വേണം. ഐ നീഡ് സം മണി. എനിക്ക് കുറച്ച് വെള്ളം വേണം. ഐ നീഡ് സം വാട്ടർ. ഇവിടെ വാണ്ടും യൂസ് ചെയ്യാം, നീഡും യൂസ് ചെയ്യാം. അത് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അവിടെ നീഡ് യൂസ് ചെയ്യാം. ചുമ്മാ ഒരു ആവശ്യം പറയുകയാണെങ്കിൽ അവിടെ വാണ്ട് യൂസ് ചെയ്യാം. ഐ വാണ്ട് സം കറി, ഐ നീഡ് സം കറി, രണ്ടും പറയാം. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് കറി വേണ്ട.
മീൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി, ഇങ്ങനെ എന്തെങ്കിലും ഒരു കറി നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കറിയാണെങ്കിൽ എനിക്ക് ഈ കറി വേണ്ട എന്നെങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട് ദിസ് കറി, ഐ ഡോണ്ട് വാണ്ട് ദിസ് കറി, എനിക്ക് ഈ കറി വേണ്ട, എനിക്ക് ജ്യൂസ് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ദിസ് ജ്യൂസ്. അവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ആ കറി ടേസ്റ്റ് ഇല്ല, ആ കറി ടേസ്റ്റ് ഇല്ല, എങ്ങനെ അറിയാം? ദാറ്റ് കറി ഹാസ് നോ ടേസ്റ്റ്, ദാറ്റ് കറി ഹാസ് നോ ടേസ്റ്റ്. ഓക്കെ, ഇത് ഇന്നലെ ഉണ്ടാക്കിയ കറിയാണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ് അല്ലെ. ഇത് ഇന്നലെ ഉണ്ടാക്കിയ കറിയാണ്, എങ്ങനെ പറയാ? ദിസ് ഇസ് ദ കറി മെയ്ഡ് യെസ്റ്റർഡേ, ദിസ് ഇസ് ദ കറി മെയ്ഡ് യെസ്റ്റർഡേ. ഇത് ഇന്നലെ ഉണ്ടാക്കിയ കറിയാണ്. ഈ കറി ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ്, ഈ കറി ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ്. എങ്ങനെ പറയും? ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇതുവരെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലല്ലോ. ഈ കറി ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ്. സിമ്പിൾ ആണ് അല്ലെ, കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്ന് കറി ഉണ്ടാക്കില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പല രീതിയിലും നമ്മൾ പറയാറുള്ളത്. ഞാൻ ഇന്ന് കറി ഉണ്ടാക്കില്ല, ഉണ്ടാക്കിയില്ല എന്നല്ല, ഉണ്ടാക്കില്ല. അപ്പോ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കില്ല അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കില്ല, ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്, വരാനിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ പറയും? അവിടെ നമ്മൾ വോണ്ട് യൂസ് ചെയ്ത് പറയണം. ഐ വോണ്ട് മേക്ക് കറി ടുഡേ, ഐ വോണ്ട് മേക്ക് കറി ടുഡേ, ഉണ്ടാക്കില്ല എന്നാണ്. ഓക്കെ, ഞാൻ ഇന്ന് കറി ഉണ്ടാക്കിയില്ല. ഇവിടെ എന്താ വ്യത്യാസം? നമുക്ക് ആർക്കെങ്കിലും പിടികിട്ടുന്നുണ്ടോ? അതായത് ഇപ്പം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരാളോടാണ് ഈ ഒരു കാര്യം നമ്മൾ പറയുന്നതെങ്കിൽ അവർക്ക് എന്താണ് ഇതിന്റെ ലോജിക് എന്ന് മനസ്സിലാകില്ല. കാരണം വരാനിരിക്കുന്ന കാര്യമാണ് ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ. ഇപ്പം പറയുന്നത് എന്താണ്? ഞാൻ ഇന്ന് കറി ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കില്ല, ഉണ്ടാക്കിയില്ല. ഇത് മലയാളത്തിൽ ഒരുപോലെ വരും അല്ലേ, പക്ഷെ ഇംഗ്ലീഷിലോട്ടാകുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഒന്ന് വരാനിരിക്കുന്ന കാര്യമാണെങ്കിൽ ഒന്ന് കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്താൽ വളരെ സിമ്പിൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ പറയാ? നിങ്ങൾ കമന്റ് ചെയ്യോ? ഞാൻ ഇന്ന് കറി ഉണ്ടാക്കിയില്ല. ഓക്കെ, എനിക്കിന്ന് കറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതും കഴിഞ്ഞ കാര്യമാണ് കേട്ടോ. എനിക്ക് ഇന്ന് കറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോയി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് എനിക്ക് ഇന്ന് കറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ. കഴിഞ്ഞ കാര്യമായത് കൊണ്ട് എങ്ങനെ പറയാ? അവിടെ നമ്മൾ ഐ കുഡിന്റ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ഓക്സിലറീസ് വന്നിട്ടുള്ളത് അല്ലെ. ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ വോണ്ട് യൂസ് ചെയ്യും, ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഐ കുഡിന്റ് മേക്ക് കറി ടുഡേ, ഐ കുഡിന്റ് മേക്ക് കറി ടുഡേ, എനിക്ക് ഇന്ന് കറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, വെജിറ്റബിൾ ഇല്ലാത്തത് കൊണ്ട് എനിക്കിന്ന് കറി ഉണ്ടാക്കാൻ കഴിയില്ല. വെജിറ്റബിൾ ഇല്ലാത്തത് കൊണ്ട് എനിക്കിന്ന് കറി ഉണ്ടാക്കാൻ കഴിയില്ല. കഴിഞ്ഞില്ല എന്നല്ല, കഴിയില്ല എന്നാണ്. ചെയ്യാൻ പറ്റില്ല, ഇപ്പം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. സോ ഐ കാൺ മേക്ക് കറി ടുഡേ, എനിക്കിന്ന് കറി ഉണ്ടാക്കാൻ കഴിയില്ല ബിക്കോസ് ദർ ആർ നോ വെജിറ്റബിൾസ്. അപ്പം ഐ കാൺട്ട് മേക്ക് കറി ടുഡേ ബിക്കോസ് ദർ ആർ നോ വെജിറ്റബിൾസ്. ഇന്ന് വെജിറ്റബിൾസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കറി ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ, സിമ്പിളായി പറയാല്ലേ. അപ്പോ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഇന്ന് ഫ്രൂട്ട്സ് ഇല്ലാത്തത് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്ന് ഫ്രൂട്ട്സ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയില്ല. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്, എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അല്ലെ. നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കറി എന്നുള്ള ഈ ഒരു സംഭവം മാറ്റിയിട്ട് നിങ്ങൾക്ക് ചോറ് അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ ഇപ്പൊ ജ്യൂസ് കറി അങ്ങനെ എന്ത് വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് ഒരുപാട് സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ കറി ഉണ്ടാക്കി എന്ന് പറയുന്നത് ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഒന്ന് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ തന്ന സെന്റൻസുകളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഒരുപാട് പേര് അറിയിക്കുന്നുണ്ട് കേട്ടോ, വളരെ സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കെല്ലാം ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ലോങ് വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പത്തെ എല്ലാ വീഡിയോസും ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള സെന്റൻസുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ലോങ് വീഡിയോസുകളും ചെയ്യാനായിട്ട് പറ്റും അല്ലേ, നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുകയാണ്.
അപ്പൊ അത് രണ്ടും യോജിപ്പിക്കുമ്പോൾ എന്തായി മാറും? നമ്മൾ ആ ഇപ്പോൾ എന്നുള്ള ആ ഒരു സംഭവമൊക്കെ അവിടെ കൂട്ടിച്ചേർത്തിട്ട് പിന്നെ കറി ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, അവിടെ ഇനി എന്ന് കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ സെന്റൻസ് ഇങ്ങനെ വലിച്ച് നമുക്ക് വലിയ സെന്റൻസ് ആക്കാം. അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരോടൊക്കെ നമുക്ക് സംസാരിക്കുകയും ചെയ്യാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് വളരെ സിമ്പിളാണ്, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.